1977 നവംബർ 4 പ്രധാനമന്ത്രി മൊറാർജി ദേശായി, മകൻ കാന്തി ദേശായി, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരടക്കം 24 പേരെയും വഹിച്ചുകൊണ്ട് ഡൽഹിയിലെ പാലം വിമാനത്താവളത്തിൽ നിന്ന് ആസാമിലെ ജോർഹട്ടിലേക്ക് തിരിച്ച റഷ്യൻ നിർമ്മിത പുഷ്പക് വിമാനം വിമാനത്താവളത്തിനടുത്ത ഒരു വയലിൽ തകർന്നു വീണ് പൈലറ്റ് അടക്കം 5 പേർ തൽക്ഷണം മരിച്ചു. പ്രധാനമന്ത്രിക്കൊപ്പം രക്ഷപ്പെട്ടവരിൽ ഒരാൾ ആകാശവാണി ഡൽഹി ലേഖകനായിരുന്ന കെ ഗോവിന്ദൻകുട്ടിയായിരുന്നു. അദ്ദേഹം 8 കിലോമീറ്റർ അകലെയുള്ള ഒരു കരസേനാ കേന്ദ്രത്തിലെത്തി ആ ദുരന്ത വാർത്ത ടെലിഫോണിലൂടെ ആകാശവാണി ഡൽഹി ന്യൂസ് റൂമിൽ അറിയിച്ചു. ചരിത്രത്തിൽ ഇടം നേടിയ ആ സ്കൂപ്പിന്റെ കഥയാണ് അദ്ദേഹം വിവരിക്കുന്നത്. മൊറാർജി ദേശായിയായിട്ട് ഞാൻ ബന്ധപ്പെട്ടത് എയർഫോഴ്സിന്റെ ഒരു വിമാനത്തിൽ അദ്ദേഹം കയറി. അതോടൊപ്പം ഞങ്ങൾ പ്രസ് പാർട്ടിയായിട്ട് പോയി. വിമാനം തകർന്നപ്പോൾ എല്ലാവരും പുറത്തേക്ക് ചാടി. ഞാനും മൊറാർജി ദേശായിയും അടുത്തുണ്ടായിരുന്ന എല്ലാ ആളുകളും കൈ കോർത്തുകൊണ്ട് രാത്രിയാണ് 8 മണിക്ക് ചളിവെള്ളത്തിലൂടെ മുന്നോട്ട് നീങ്ങി. അപ്പൊ ഈ ശബ്ദം കേട്ടറിഞ്ഞ നാട്ടുകാര് അവിടെ എത്തി. ഒരു കയർ കെട്ടിൽ അത് കൊണ്ടുവന്നു അദ്ദേഹത്തെ അവിടെ ഇരുത്തി. അത്രേ എനിക്ക് അറിയുള്ളൂ. അത് കഴിഞ്ഞാൽ ഞാനും എന്റെ സുഹൃത്തും വാർത്ത കൊടുക്കേണ്ട ആവശ്യത്തിന് വേണ്ടി സ്ഥലങ്ങൾ കൊടുത്തു പോവുകയായിരുന്നു. ഈ വാർത്തയാണ് 1979 കെ ഗോവിന്ദൻകുട്ടിയെ ഇന്ത്യൻ എക്സ്പ്രസിൽ എത്തിച്ചത്. മൊറാർജി ദേശായി തത്വത്തിൽ ഉറച്ചു നിൽക്കുന്ന, ഒട്ടും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറല്ലാത്ത ഗാന്ധിയൻ ആണ്. അദ്ദേഹത്തെ അപഹസിക്കുന്ന മറ്റുള്ള രീതിയിൽ പല ആളുകളും എഴുതുകയും പറയുകയും ചെയ്തു. അദ്ദേഹം ആദ്യമായിട്ടൊരു ഫോറിൻ യാത്ര കഴിഞ്ഞ് വന്നായിരിക്കണം. അദ്ദേഹത്തെ അപഹസിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസുകാരുടെ ഒരു ഷൗട്ടിംഗ് ബ്രിഗേഡ് തയ്യാറായി നിൽക്കുന്നത്. വിജ്ഞാൻ ഭവനിൽ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം തുടങ്ങാൻ അദ്ദേഹം റെഡി ചെയ്ത് വന്നപ്പോൾ അയാൾ ചോദ്യം ഇതായിരുന്നു: മൂത്രം കുടിച്ചാൽ വെനീരിയൽ ഡിസീസ് മാറുമോ? ഈ ചോദ്യം ചോദിച്ച ആളുടെ വായിൽ പല്ല് കൊഴിയാതെ നിന്നു എന്നത് അത്ഭുതമാണ്. കാരണം ഇങ്ങനെ ഇത് ചോദിക്കേണ്ട കാര്യമില്ല. ദേഷ്യം വന്ന് ഈ ചോദ്യം ചോദിച്ച ആളെ ഉപദ്രവിക്കും എന്നൊരു ഭയം വന്നപ്പോ അയാളെ ഡിഫെൻഡ് ചെയ്യാൻ ഉണ്ടായത് ഒരാളാണ്. അത് മൊറാർജി ദേശായി. മൊറാർജി ദേശായി പറഞ്ഞു, നിങ്ങൾ ആരും എന്നെ ഡിഫെൻഡ് ചെയ്യാൻ പറഞ്ഞു, എന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിയും. അയാൾക്ക് ആ ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ട്. വെനീരിയൽ ഡിസീസ് മാറ്റാവുന്നതാണോ അല്ലയോ എന്നറിയണമെങ്കിൽ എന്നെ പ്രത്യേകമായിട്ട് കൺസൾട്ട് ചെയ്യാൻ, ഒരു പത്രസമ്മേളനത്തിൽ രോഗം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അക്ഷോഭ്യതയില്ലേ മൊറാർജി ദേശായിയിൽ നിന്ന് കണ്ടുപഠിക്കണം ബാക്കിയുള്ളത്.